അപ്പോൾ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു ഉള്ളി ഉപ്പേരി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തോലെല്ലാം കളഞ്ഞ് എന്നിട്ട് മുറിച്ചിടുന്നതാണ്. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഉള്ളി തോരൻ എന്ന് പറയും, ഉള്ളി ഉപ്പേരി എന്ന് പറയും, എന്ത് വേണ്ടിക്കും പറയാം. അടിപൊളി ടേസ്റ്റാണ് ഈ ഉപ്പേരി. അപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ടിട്ട് വേഗം വരാം. ഇതേ പോയി ഇതാ വന്നു. അങ്ങനെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ മുറിച്ചിടുന്നതിന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇത്. ഇത് ഏകദേശം മുറിച്ചിട്ട് കഴിയാനായിട്ടുണ്ട്. അതിലേക്ക് ഇനി 2 പച്ചമുളക് നമുക്ക് മുറിച്ചിടാം. മുറിച്ചിട്ട് കഴിയും. ഈ പച്ചമുളക് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് മുറിച്ചിട്ടെ. ഇങ്ങനെ മുറിച്ചിടുകയെന്ന് നീന്തി ഇടുന്നല്ല, ഇതേപോലെ മുറിച്ചിടുന്നതാണ്. 2 പച്ചമുളകാണ് ഗൈസ് എടുത്തിട്ടുള്ളത്, എരിവിനാവശ്യമുള്ള. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത്രയേ ഉപ്പും വേണ്ട. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരുടിയെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ടിങ്ങനെ ഞെരുടാം. അപ്പോൾ ആ ഉള്ളി നല്ല കണ്ടീഷനായിട്ടായിരിക്കും. ഉപ്പും മുളകെല്ലാം ആ ഉള്ളിക്ക് പിടിക്കും. അതാണ് പരിപാടി. കറിവേപ്പിലയും ഇതുമെല്ലാം നമ്മൾ കേബേജ് തോരനെല്ലാം ആക്കൂലേ, അപ്പോൾ അതേപോലെയാണ് ഇത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് വറവിലിട്ടിട്ട് റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വറവിലേക്ക് ഇടാനുള്ള തേങ്ങ ഇതായിട്ട് ചെറിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് തേങ്ങ. അപ്പോൾ ഇതെല്ലാമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെക്കട്ടെ. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി വരട്ടെ, കടുക് പൊട്ടി വരട്ടെ. ഗൈസ്, കടുക് പൊട്ടി തീർന്ന്. അപ്പം ഞാൻ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം പൊട്ടി തീർന്നു. നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. ഒരു സ്ഥലത്താക്കിയിട്ട് നമുക്കൊന്നിട്ട് സിമ്മിലാക്കിയിട്ട് ഇത് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, സിമ്മിലാക്കുക. മൂടിയെടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളെ ഉള്ളിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തിട്ട് ഇളക്കി വെക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഉള്ളി വറവുണ്ട്, റെഡി ആയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. നോക്കട്ടെ വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമുക്കൊന്നുകൂടി അടച്ചു വെക്കണം. വെന്തിട്ടില്ല എന്നൊന്നും പറയണ്ട, എന്നാലും ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കെല്ലാം നല്ല കണ്ടീഷനാണ്. പാകത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട് ഗൈസ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചോറണം. അപ്പം ഒന്നുകൂടി ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് ഗൈസ്, ഉള്ളി ഇതോ വെന്തിരിക്കുകയാണ്. വീണ്ടും ഞാൻ തുറന്നു നോക്കി ഗൈസ്. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് ഇതാ ഉള്ളി വെന്തിരിക്കുകയാണ്. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്നും പറയില്ല. ഇനി നമുക്ക് ഇതിനെടുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടല്ലോ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഉള്ളിപ്പേരി? ഇത്രയേ ഉള്ളൂ. വേഗം കഴിയുന്ന പരിപാടിയാണ്. നമുക്കിന്ന് വേറെ ഒന്നുമില്ല ഉപ്പേരി വെക്കാൻ. എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം 2 ഉള്ളി എടുക്കുക, മുറിച്ചിടുക, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ വറവിലിട്ടൊന്ന് അടച്ചു വെച്ചാൽ ഇതാ ഉള്ളിയുപ്പേരി റെഡി ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഈ ഉള്ളിയുപ്പേരി. ചിലപ്പോൾ എല്ലാവരും ആക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അതെ ഗൈസ്, എല്ലാവരും ആക്കുന്ന പരിപാടി തന്നെയാണ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ചെറിയ കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. ആരും മറന്നു പോകല്ലേ. ലൈക്കും കമൻറ്റും ഒന്നും തരാൻ ആർക്കും മറന്നു പോകാൻ പാടില്ലേ. അപ്പോൾ ബൈ, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.